ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ആളുകളാണ് നമുക്കടുത്തുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ആളുകളെയൊക്കെ ആശുപത്രി എത്തിക്കേണ്ടതിൻ്റെ ഒരു ഇതും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അവരുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ട് ഉണ്ട്. അത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളുമൊക്കെ എത്ര സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ അവർ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കണം. കാരണം ഒരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, അവരെ വേഗത്തിൽ തന്നെ ആശുപത്രി എത്തിക്കണം, മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കണം. അതിൻ്റെ ഒരു വിഷയത്തിലായിരിക്കാം. എന്തായാലും ഇതാണ് നിലവിൽ ഇവിടെയുള്ള വിഷയം. മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളുമൊക്കെ തന്നെ ഇവിടെ സ്ഥലത്തുണ്ട്. അവരൊക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്തായാലും നഗരമധ്യത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. വലിയ പൊട്ടിത്തെറിയാണ് കേട്ടത്. അങ്ങനെ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും CI നമുക്കുണ്ട്. സാർ, ഇവിടുത്തുകാരാന്നൊക്കെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നാഗാലാൻഡ് സ്വദേശികൾ, ഒരാൾ അസാം, ഒരാൾ വെസ്റ്റ് ബംഗാൾ, ഒരാൾ ഒഡീഷ. ഇത് 5 പേരും ഇതര സംസ്ഥാനക്കാരാണ്. അതെ, 5 പേര് ഇതര സംസ്ഥാനക്കാർ. ആരൊക്കെയാണ് നാഗാലാൻഡ്? നാഗാലാൻഡിനത് ഒരു കിക്കോ നോബിയും ഒരു ലുലുവും നാഗാലാൻഡാണ്. അലി എന്ന് പറയുന്ന ഒരാൾ അസാം സ്വദേശിയും കിരൺ ഒഡീഷ സ്വദേശിയുമാണ്. മരണപ്പെട്ട സുമിത് എന്ന ആൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. അധികം നാളായില്ലല്ലോ ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 6 months എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും സ്റ്റീമർ അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന എൻ്റെ കൺസേൺഡ് അതോറിറ്റീസ് ഉണ്ട്. അവരെ കൊണ്ട് നടത്തിച്ചാലേ നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ള കാരണം വ്യക്തമാവുള്ളൂ. സ്റ്റീമറിന്റെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ കമ്പൈൻ ആയിട്ടുള്ള പരിശോധന ആയിരിക്കും. ഫയർഫോഴ്സ്, പോലീസും ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട്. അതിന്റെ ആ ഒരു ബോഡിയുമായിട്ടുള്ള ഇതായിരിക്കും. റിക്വസ്റ്റ് കൊടുക്കും പോലീസ്? റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ വന്ന് ചെയ്തോളൂ. അതങ്ങനെയാണ് ഒരു നടപടിക്രമം സാധാരണ വരുന്നത്. അതിൽ ഫയർഫോഴ്സ് ഉണ്ടാവും, ഈ പറഞ്ഞ കൺസേൺഡ് അതോറിറ്റി ഉണ്ടാവും. അതോടൊപ്പം ഈ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് പേരല്ലേ? അപ്പോൾ വഴിയാത്രക്കാർക്കോ അല്ലെങ്കിൽ കഫേയിൽ വന്ന ആൾക്കാർക്കോ കാഷ്വാലിറ്റി എന്നല്ല. ഇത് ഇൻസൈഡ് നടന്നൊരു ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ആളുകൾക്കാണ് കാഷ്വാലിറ്റി ഉള്ളത്. അവർ തികച്ചും ജീവനക്കാർ തന്നെയാണ്. പാലാരിവട്ടം CI രൂപേഷാണ് നമുക്കൊപ്പം ചേർന്നത്, ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ്. 24 വയസ്സ് മാത്രം പ്രായമുള്ള അശ്വിൻ ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയ സ്ഥാപനമാണ് ഐഡലി കഫേ എന്നാണ് അതിന് മലയാളത്തിൽ അവിടെ എഴുതുന്നത്. പക്ഷേ നാട്ടുകാരെല്ലാവരും ഇഡലി കഫേ എന്ന് പറയുന്നതാണ്. അങ്ങനെ വലിയ തോതിൽ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു കച്ചവടമാണ്. വളരെ നല്ല രീതിയിൽ രുചി കൊണ്ടും അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ കൊണ്ടൊക്കെ ആളുകൾ ഒരുപാട് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു തിരക്കേറിയ കുറച്ച് മാസങ്ങൾ കൊണ്ട് തിരക്കേറിയ ഒരു റെസ്റ്റോറൻ്റായി പേരെടുത്ത സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ദൗർഭാഗ്യകരമായ ഒരു അപകടം അവിടുത്തെ കിച്ചണിൽ സംഭവിച്ചിരിക്കുന്നത്. സ്റ്റീമർ പൊട്ടിത്തെറിച്ച് 5 പേർക്ക് പരിക്കേൽക്കുന്നു. അതിലൊരാളുടെ ജീവൻ നഷ്ടമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉടമകൾക്കൊക്കെ പ്രതികരിക്കാൻ അവരും വല്ലാത്തൊരു ആഘാതത്തിൽ തന്നെയായിരിക്കും. ഇനി എന്താണ് അപകടത്തിലെ കാരണമായത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരാം. ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എത്രയും വേഗം മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.